ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ വളരെയധികം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ദിവസമാണ് ജെയ്ക്ക് പോൾ വൈസ് മൈക്ക് ടൈസൺ എന്ന് പറയുന്ന ഒരു ഫൈറ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത് ഇന്ന് രാവിലെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരു ബോക്സർ അല്ലെങ്കിലും ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന് വിചാരിച്ച എൻ്റെ ഒരു അഭിപ്രായമാണ്. മൈക്ക് ടൈസൺ വളരെയധികം ഒരു മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളീനെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പുള്ളി ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി വന്നൊരു ഫൈറ്റ് നടത്തുന്ന പോലെയാണ് തോന്നിയത്. പുള്ളിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ആരോ മുൻകൂട്ടി നിശ്ചയിച്ച പോലത്തെ ഒരു രീതിയാണ് അതിൽ കണ്ടത്. പുള്ളിക്ക് ഒരു 58 വയസ്സായെങ്കിലും ജെയ്ക്ക് പോൾ ഒരു കൊച്ചു പയ്യനാണ്. എന്നാൽ പോലും പുള്ളീൻ്റെ സ്ട്രെങ്ത് ഒന്നും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. പുള്ളി പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പുള്ളീൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെയധികം സ്പീഡാണ്. പക്ഷേ ഇതിൽ പുള്ളിക്കാരന് ഒരിടി എന്തോ ചെയ്തു ജെയ്ക്ക് പോൾ. അതിനുശേഷം ജെയ്ക്ക് പോൾ പിന്നെ അങ്ങോട്ട് അടുത്തില്ല. അതാണ് സത്യം. ഏറ്റവും അവസാനം 10 സെക്കൻഡ്സ് ഉള്ളപ്പോഴത്തേക്കും ജെയ്ക്ക് പോൾ ഓക്കെ പറഞ്ഞ് മതിയാക്കി. ഇത് മൈക്ക് ടൈസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഡേഞ്ചറസ് മാനാണ്. പുള്ളി ഒരു എപ്പിക്കാണ്. പുള്ളിനെ പോലെ ഒരാളെ നമുക്ക് ഇനി വീണ്ടും കിട്ടുക വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്തെ കോർപ്പറേറ്റ് തന്ത്രങ്ങളുടെ പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിൻ്റെയൊക്കെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഒരു മൈക്ക് ടൈസനെ കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുക എന്നുള്ളത്. ഇതിലിപ്പോൾ മൈക്ക് ടൈസൺ തോക്കുകയും ജെയ്ക്ക് പോൾ ജയിക്കുകയും ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഉപയോഗം നെറ്റ്ഫ്ലിക്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്ക് ടൈസൺ നെറ്റ്ഫ്ലിക്സ് പറയുന്ന പോലെ കേൾക്കുന്ന ഒരാളല്ല. പക്ഷേ ജെയ്ക്ക് പോൾ ഇനിയും കൂടെ നിൽക്കും. പുള്ളി ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. അപ്പോൾ പുള്ളിനെ വെച്ച് ഇനി അധികം പ്രോഗ്രാംസൊക്കെ ഇവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച ഒരു നാടകം മാത്രമാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് വെച്ച് നമുക്കൊരിക്കലും മൈക്ക് ടൈസനെ പോലെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല.